കലത്തപ്പം ഇഷ്ടമുണ്ടോ? അതും നല്ല ആരെടുത്ത കലത്തപ്പം. അപ്പോൾ ഇനി കലത്തപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഇവിടെ വരി, നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് പച്ചരി നന്നായി കഴുകി 3-4 മണിക്കൂർ സോക്കിയാൻ വെക്കാം. സോക്കായി വന്നാൽ 3-4 ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ മിക്സിയുടെ ജാറിലേക്ക് അരിയും 2 ടേബിൾ സ്പൂൺ ചോറും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 ഏലക്കായും ഇച്ചിരി ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി ശർക്കര മെൽറ്റാക്കിയത് ചൂടോടെ ഒഴിച്ച് പെട്ടെന്ന് തന്നെ നല്ല പോലെ മിക്സാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണിൽ കുറവ് ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുത്താൽ മാവ് റെഡി. ഇനി നമുക്ക് ചുട്ടെടുക്കാം. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് ചൂടാക്കി തേങ്ങാക്കൊത്തും 5-6 ചെറിയുള്ളി കട്ടാക്കിയതും ചേർത്ത് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം. അത് നമുക്ക് മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇടാനാണ്. എന്നിട്ട് സ്റ്റൗവ് ഫുൾ ഫ്ലെയിമിലാക്കി മാവ് ഒഴിച്ച് കുക്കറിൻ്റെ വിസിൽ മാറ്റി അടച്ച് വെച്ച് ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നത്തെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്തെടുക്കുക. കുക്കായി വരുമ്പോൾ വിസിലിൻ്റെ ഭാഗത്ത് നിന്ന് എയർ ബബിൾസ് വരും കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാൽ മതിയേ. ഇപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ആരെടുത്ത കലത്തപ്പം റെഡിയാണേ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കി, എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണേ.